മുഖ്യമന്ത്രി ഇടപെട്ടു. വിനോദിനിക്കുള്ള ധനസഹായ കുടിശ്ശിക ഉൾപ്പെടെ ഉടൻ വിതരണം ചെയ്യും. പല്ലശ്ശന സ്വദേശിയായ 9 വയസ്സുകാരി വിനോദിനിക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം 4 മാസം മുടങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇടപെട്ടു. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിനോദിനിക്ക് ധനസഹായം നൽകിയിരുന്നത് എന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉൾപ്പെടെയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷമായതോടെ ഫണ്ട് ലഭിക്കുന്നത് മുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമായ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് കുടിശ്ശിക ഉടൻ തീർക്കുമെന്നും വകുപ്പ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. ധനസഹായം മുടങ്ങിയത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയോടും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ തങ്ങളെ വീഡിയോ കോളിൽ ആശ്വസിപ്പിച്ചുവെന്നും കുടിശ്ശിക ഉടൻ ലഭ്യമാക്കാനുള്ള സർക്കാർ നടപടി ആശ്വാസകരമാണെന്നും വിനോദിനിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. മകളെ വിഷമിക്കണ്ട, പൈസ മുടങ്ങിയെന്ന് പറഞ്ഞ് അത് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞ് അതിന് ഇടപെട്ട് അത് ക്ലിയർ ചെയ്ത് തിങ്കളാഴ്ച തരും കേട്ടോ. മകളെ വിഷമിക്കണ്ട, അവള് മിടുക്കിയായിട്ട് പഠിക്കേട്ടോ. നമുക്ക് 4 മാസമായിട്ട് ഇപ്പോൾ കുട്ടീൻ്റെ ശിശുവസ്ഥയിൽ നിന്ന് നമുക്ക് 4000 വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് ന്യൂസ് വിട്ടത്. അപ്പോൾ നമ്മൾക്ക് മുഖ്യമന്ത്രിയും നമുക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി തന്നെ ഇപ്പോൾ ബിന്ദു കൃഷ്ണ മേഡം ഉണ്ട്, മന്ത്രി. ആ മേഡം നമ്മളിപ്പോൾ വിളിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി, പൈസൻ്റെ ശരി എന്താണെങ്കിലും ശരി വിളിച്ച് പറഞ്ഞാൽ മതി, അപ്പോൾ നമ്മളെല്ലാം ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ വിളിച്ച് മോളോടും സംസാരിച്ചു, എന്നോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഡം എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ നമുക്ക് പൈസ കയറുന്ന പറഞ്ഞിരിക്കുന്നു. മേഡം ഉറപ്പ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും. അതുമാതിരി തന്നെ വി.ഡി. സതീശൻ സാറും കുടിശ്ശികയായിട്ട് തന്നെ പൈസ തരാമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത് സാറ്. അതെ, കുടിശ്ശികയുള്ള പൈസ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാറ്. അതേസമയം ചികിത്സാ പിഴവിനെതിരെ പോലീസിന് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും അവർ പറഞ്ഞു. അതിൽ തൃപ്തരല്ല. കാരണം അതൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ 7 മാസമായി. അതിൻ്റെ ഒന്ന് തീരുമാനമാകണം. അതെ, അനാസ്ഥയല്ല, അനാസ്ഥ മാത്രമേ ഉള്ളൂ അതിൽ. കാരണം നമ്മൾ പോയി ചോദിച്ചിട്ടും അവർ പറയുന്നത് ഡോക്ടർമാരുടെ കയ്യിൽ തെറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇവിടത്തെ അല്ല, കോഴിക്കോടിലെ ഡോക്ടർമാർ പറഞ്ഞത് ഡോക്ടർമാരുടെ കയ്യിൽ തെറ്റുണ്ട്, പിഴവുണ്ട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞ് അത് ഡോക്ടർമാരെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഞാനൊന്ന് ചോദിക്കാൻ പോയപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. 2-3-4 മാസം മുമ്പ് ഞാൻ ചോദിക്കാൻ പോയി, എന്താ സാറേ ഇതിൻ്റെ ഒരു നടപടി ഇല്ല, ഇതെങ്ങനെ ഇത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ഡോക്ടർമാരുടെ പറ്റിയ ഇതല്ല, ഡോക്ടർമാർ തരേണ്ട മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവർ നമ്മളോട് പറയണത്. പക്ഷെ ഒരു ഡോക്ടർമാർ ചികിത്സാ പിഴവില്ലാണ്ടായി അവർക്ക് എങ്ങനെ സസ്പെൻഷൻ കിട്ടും, അവരിനെങ്ങനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വിടാൻ നോക്കണത്, അതൊക്കെ തെറ്റ് തന്നെയല്ലേ. അപ്പം എൻ്റെ മോളുടെ കൈ പോയത് എന്തായാലും പോയത് നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ എന്തായാലും അവർക്കായിട്ട് ഒരു നടപടി എടുക്കുക തന്നെ വേണം. അപ്പം അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് വേണം എന്തായാലും. മുഖ്യമന്ത്രിൻ്റെ അവിടെ നിന്ന് PA വിളിച്ചിട്ട് പി എ സാർ വിളിച്ച് നമ്മളെ ഹസ്ബൻഡിനെയാണ് വിളിച്ചത്. ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉറപ്പ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉറപ്പ് തന്നാലും ആ സാർ ചെയ്യുന്നത് നമുക്ക് നല്ല ഇതുണ്ട്, വിശ്വാസമുണ്ട്. അതെ, വിശ്വാസമുണ്ട്. കാരണം നമുക്ക് അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്തു തരുന്ന സാറാണ്. അപ്പോൾ അതിന് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. UTV ന്യൂസ്, പാലക്കാട്.